എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അഗെയിൻ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അതായത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് താരൻ മാറാൻ വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റും നമ്മൾ എടുക്കുന്നുണ്ടല്ലേ. പല ആളുകൾക്കും ഉണ്ടാകുന്നതാണ് താരൻ്റെ കൂടെ തന്നെ ഹെയറിൽ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ മൊത്തമായിട്ട് കുരു 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 പോലെ ഇങ്ങനെ വന്നിരിക്കുക. നമ്മൾ മുടി കെട്ടുന്ന സമയത്ത്, മുടി ചീകുന്ന സമയത്തൊക്കെ അത് തട്ടിപ്പോയാൽ ഭയങ്കരമായിട്ടുള്ള വേദന. ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് പല ആളുകളുടെയും ഡൗട്ടായിരിക്കാം. എൻ്റെ ഹെയറിൽ ഉണ്ടായിരുന്നു കേട്ടോ, തലയിൽ നന്നായിട്ട് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഭാഗമില്ലേ, ആ തൊടുന്ന ഈ ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോമ്പ് വെച്ചിട്ട് ചീക്കണ സമയത്തൊക്കെ തട്ടിപ്പോയാൽ ഭയങ്കര വേദനയാണ് ഉണ്ടാവുക, മുറിവ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും തന്നെ തെരഞ്ഞാൽ കാണുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേരെന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പാടത്താളി എന്ന് പറയും. ഒരു വള്ളിയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ ഇലയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പലതരത്തിലുള്ള താളികളുണ്ടല്ലേ, പക്ഷെ പാടത്താളി ഇതിന് അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാടത്താളി. വള്ളിയായിട്ടാണ് ഉണ്ടാകുക. അതിൻ്റെ ഇല കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് ഉണ്ടാവുക കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു വള്ളിച്ചെടിയായിട്ടാണ്, വലിയ വള്ളിച്ചെടിയല്ല, അത്യാവശ്യം ചെറിയ ഇതിലിങ്ങനെ വളരുന്ന ഒരു സംഭവമാണ്. തൊടിയിലും റോഡ് സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പാടത്താളി. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. തലയിൽ ഉണ്ടാവുന്ന കുരു പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്, താരം മാറാൻ വേണ്ടിയിട്ടും നല്ലതാണ്, പിന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് മാറും കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കുരു മൂലം ഉണ്ടാകുന്ന മുറിവുകൾ ഉണ്ടാവുമല്ലോ നമ്മളെ തലയിൽ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ എന്താ പറയുക, ചൊറിച്ചിലുണ്ടാകും. ഈ താരനുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മളെ ഈ വിയർപ്പും കൂടി ആവുന്ന സമയമാകുമ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലിരിക്കും തലയിൽ. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ പാടത്താളി വളരെയധികം നല്ലതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി താളി അപ്ലൈ ചെയ്യുക കുളിക്കുന്ന സമയത്താണ്, പക്ഷേ എനിക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരണം എന്നുള്ളതിനോട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഇതേപോലെ രണ്ട് ഭാഗത്തേക്ക് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് ഹെയറിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ താളി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി. ആക്ച്വലി അങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ നിങ്ങളെ പറ്റിക്കാണ് ഗൈസ്. കാരണം എന്താണെന്ന് അറിയാം, നാളെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഹെയറിൽ ഓയിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇപ്പോൾ ഒന്നും തല വാഷ് ചെയ്യില്ലല്ലോ, ആഴ്ച 2 ദിവസമാണല്ലോ കുളിക്കുക. അപ്പോൾ ആ സമയം വരെ ഇത് തലയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല, പകരം അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കാൽപ്പിലേക്കാണ് കേട്ടോ. സ്കാൽപ്പിലാണല്ലോ നമുക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഹെയറിൽ താരൻ, അതേപോലെ തന്നെ ആ ചെറിയ ഉണൽ, എന്താ പറയുക, കുരു പോലെ വന്നിട്ട് അത് പൊട്ടിയതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സ്കാൽപ്പിലാണുള്ളത്. അപ്പം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫിംഗേഴ്സ് വെച്ചിട്ട്, നെയിൽസ് യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെയറിലേക്ക് മൊത്തത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പാടത്താളി പണ്ട് മുതലേ എല്ലാവരും യൂസ് ചെയ്യുന്ന താളികളിൽ പെട്ട ഒരു താളിയാണ് കേട്ടോ. അതായത് കോമൺലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു താളിയാണ്. ചെമ്പരത്തി പോലെ പാടത്താളി അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സൈക്ലിയ പെൽറ്റാറ്റ എന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പേര് എന്ന് പറയുന്നത്. നമ്മൾ ഈസിലി പാടത്താളി എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഇവന് ആൾ പുളിയാണ്, വലിയ പേരും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് വള്ളി പോലെയാണ് കാണുക. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് കേട്ടോ. ഓക്കെ,
പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ആയുർവേദത്തിലൊക്കെ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും മരുന്നുകളിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല, അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയില്ലല്ലോ എന്താ എങ്ങനെയാണെന്നൊന്നും. അറിയുന്ന ഒരു കാര്യം ഇതാണ്, ഇത് താളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താരം മാറും, തലയിലെ കുരുകൾ മാറും, എന്താ പറയുക, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്, അതൊക്കെയാണ് അറിയുന്നത്. ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. വീക്ക്ലി 2 ടൈംസ് എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തായിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളുണ്ടാവില്ലേ, തണുപ്പൊക്കെ അധികം തലയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ തലവേദന വരിക, തൊണ്ടവേദന വരിക, അങ്ങനത്തെ ഇഷ്യൂ ഉള്ള ആളുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതേപോലെ തലയിൽ തേച്ച് നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹെയറിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കുക, താളി തേക്കുക, അപ്പം തന്നെ കഴുകിക്കളയുക. തലയിൽ അങ്ങനെ പിടിപ്പിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്പം തന്നെ കഴുകി കളയുന്ന കേട്ടോ നല്ലത്. കാരണം ഇത് നല്ലൊരു തണുപ്പ് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഈ താളി കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ മോനൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഒരുപാട് നേരം വെക്കണ്ടെന്നേ ഉള്ളൂ കേട്ടോ. വീക്ക്ലി 2 ടൈംസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹെയറിൽ സ്കാൽപ്പിൽ മൊത്തത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരിത്തിരി താളി ബാക്കിയുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി കുളിക്കുന്ന സമയത്ത് ആ ഹെയറിൽ നന്നായിട്ട് ഒന്നുകൂടി ബാക്കിയുള്ളതും കൂടി ആക്കി കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഇനി അതും കൂടി ഞാൻ അപ്ലൈ ചെയ്യും. ഇനി പുരുക്കത്തിൻ്റെ മേലെയൊക്കെ താരൻ്റെ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ പുരുക്കത്തിൻ്റെ മേലെയും ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ഇനി പോയി കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.